solve x square y dash equal to x square plus xy plus y square. y dash എന്ന് പറഞ്ഞാൽ dy by dx എന്നാണെന്ന് ഹയർ ഓർഡർ ഡെറിവേറ്റീവിന്റെ അവിടെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് എഴുതാൻ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എക്സ് സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ എക്സിന്റെ ഡിഗ്രി 2 ആണ്. ഈ എക്സും വൈയുടെ കൂട്ടുമ്പോൾ ഡിഗ്രി 2 ആവും. വൈയുടെ ഡിഗ്രി 2 ആണ്. ഡിനോമിനേറ്ററിൽ എക്സിന്റെ ഡിഗ്രി 2 ആണ്. അതായത് എല്ലാ വേരിയബിളുകളുടെയും ഡിഗ്രി ആഡ് ചെയ്തെടുക്കാൻ കിട്ടുന്നത് ഒരേ ഡിഗ്രി ആയിരിക്കും. ദർഫോർ ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ഇൻ ഡിഗ്രി 2 എന്ന് പറയാം. അതായത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ഡിഗ്രി 2 ഉള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് എന്നർത്ഥം. ദർഫോർ ഇറ്റ് ക്യാൻ ബി differentiate by putting y equal to vx. y equal to vx എന്ന് വന്നാൽ dy by dx equal to v plus x into dv by dx എന്ന് എഴുതാം. ഇത് പല പ്രാവശ്യം നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോൾ അതായത് vx നെ പ്രോഡക്റ്റ് റൂളിന് ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ v into x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ x into v യുടെ ഡെറിവേറ്റീവ് dv by dx. അപ്പോൾ dy by dx എന്ന് കാണുന്നിടത്ത് v plus x into dv by dx എന്നും വൈയുടെ സ്ഥാനത്തെല്ലാം വി എക്സ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വി എക്സ്. ഈ വൈ എന്നുള്ളിടത്താണ് നമ്മൾ വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളിടത്ത് വി എക്സിന്റെ ഹോൾ സ്ക്വയർ എന്നും എഴുതാം. ദർഫോർ ഇറ്റ് ബിക്കം വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടുന്നു. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ കോമൺ എടുത്ത് ഡിനോമിനേറ്ററിലെ എക്സ് സ്ക്വയറുമായിട്ട് ക്യാൻസൽ ചെയ്താൽ ക്വസ്റ്റ്യൻ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരികയും എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്തതിനു ശേഷം വി എൽ എച്ച് എസിൽ നിന്ന് ആർ എച്ച് എസിലേക്ക് വന്നാൽ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് വി സ്ക്വയർ മൈനസ് വി എന്ന് എഴുതാം. മൈനസ് വിയും പ്ലസ് വിയും ക്യാൻസൽ ചെയ്താൽ 1 പ്ലസ് വി സ്ക്വയർ എന്ന് ആർ എച്ച് എസ് കിട്ടുന്നു. ദാറ്റ് ഈസ് dx by x അല്ലെങ്കിൽ x ഇൻറ്റു ഡി വി ബൈ ഡി എക്സിനകത്ത് നമ്മൾ വി അപ്പുറത്ത് കൊണ്ടുപോയി ദെൻ റെസിപ്രോക്കൽ എടുത്തു കഴിയുമ്പോൾ dx by x എന്നാകുകയും വി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്താൽ 1 പ്ലസ് വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് റെസിപ്രോക്കൽ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വി സ്ക്വയർ ഡി വി എന്നാകുന്നു. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വി സ്ക്വയറിന്റെ ഡി വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന ഫോമിലാണ്. 1 ബൈ 1 പ്ലസ് വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വി എന്ന് എഴുതാം. 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് എന്ന് എഴുതാം. ദർഫോർ ദ ഇന്റഗ്രേറ്റിംഗ് വാല്യൂ ഈസ് ലോഗ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി പ്ലസ് സി എന്ന് എഴുതാം. വി എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് ആണ്. ലോഗ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് പ്ലസ് സി എന്ന് എഴുതിയാൽ സൊല്യൂഷൻ ആവും. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഈ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x minus y into dy by dx equal to x plus 2y is homogeneous, then solve it. ഇത് ഹോമോജീനിയസ് ആണ് എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഹോമോജീനിയസ് ആണ് എന്ന് നമുക്കിത് പ്രൂവ് ചെയ്തതിന് ശേഷം വേണം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോമോജീനിയസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഹോമോജീനിയസ് എന്ന് ചോദിച്ചാൽ തന്നേക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതുക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് വരുന്ന ഫോമിനെ എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതുക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ താഴേക്ക് ഡിവൈഡ് ചെയ്യണം. ദർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ. ഇതിനെ എഫ് ഓഫ് എക്സ് വൈ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ കണ്ടുപിടിക്കുക. എക്സിന്റെ സ്ഥാനത്ത് ലാംഡ എക്സ് എന്നും വൈയുടെ സ്ഥാനത്ത് ലാംഡ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എഫ് ഓഫ് എക്സ് വൈയും എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈയും ഈക്വൽ ആണെങ്കിൽ അത് ഹോമോജീനിയസ് ഇൻ ഡിഗ്രി ലാംഡയുടെ എത്രയാണോ ആ ഡിഗ്രി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ലാംഡ വൈ. ദർഫോർ എക്സ് ബിക്കം ലാംഡ എക്സ് 2 ലാംഡ വൈ ഡിവൈഡഡ് ബൈ ലാംഡ എക്സ് മൈനസ് 2 ലാംഡ വൈ. ലാംഡ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും കോമൺ എടുത്താൽ ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് വരുന്നു. ലാംഡയും ലാംഡയും ക്യാൻസൽ ചെയ്താൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് നമുക്ക് കിട്ടും. അതായത്
എക്സ് പ്ലസ് 2y ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് തന്നെ കിട്ടുന്നു. അതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടി. അതായത് എഫ് ഓഫ് എക്സ് വൈക്കകത്ത് എക്സിന് ലാംഡ എക്സ് വൈക്ക് ലാംഡ വൈയും കൊടുത്തപ്പോൾ എഫ് ഓഫ് എക്സ് വൈ തന്നെ കിട്ടിയാൽ ഇവിടെ ലാംഡയുടെ ഡിഗ്രി 1 ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഹോമോജീനിയസ് ഇൻ ഡിഗ്രി 1 ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് ഹോമോജീനിറ്റി ചെക്ക് ചെയ്യേണ്ടത്. തന്നേക്കുന്ന ചോദ്യത്തിനകത്ത് എക്സിന് ലാംഡ എക്സ് എന്നും വൈക്ക് ലാംഡ വൈ എന്നും കൊടുക്കുമ്പോൾ വാല്യൂവിന് ചേഞ്ച് വരുന്നില്ലെങ്കിൽ സെയിം ഫംഗ്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ ഹോമോജീനിയസ് ആയിരിക്കും. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ പുട്ട് y ഈക്വൽ ടു വി എക്സ് എന്ന് കൊടുക്കുക. dy ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് എഴുതാം. ദെൻ dy ബൈ ഡി എക്സിന്റെ സ്ഥാനത്ത് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y എന്നുള്ളത് എക്സ് പ്ലസ് 2 ഇൻറ്റു വി എക്സ് എന്നും എക്സ് മൈനസ് വൈ എന്നുള്ളത് എക്സ് മൈനസ് വി എക്സ് എന്നും എഴുതിയാൽ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എക്സ് കോമൺ എടുക്കുക, ഡിനോമിനേറ്ററിൽ നിന്ന് എക്സ് കോമൺ എടുത്താൽ എക്സ് ഇൻറ്റു 1 പ്ലസ് 2v ഹോൾ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു 1 മൈനസ് വി എന്നാകുകയും എക്സും എക്സും ക്യാൻസൽ ആയി പോയിട്ട് 1 പ്ലസ് 2v ഡിവൈഡ് ബൈ 1 മൈനസ് വി എന്ന് കിട്ടുന്നു. അവിടുന്ന് വി നമ്മൾ എൽ എച്ച് എസിൽ നിന്ന് ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയാൽ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എസ് ഈക്വൽ ടു 1 പ്ലസ് 2v, ഈ കിടക്കുന്ന 1 പ്ലസ് 2v അങ്ങോട്ട് മൈനസ് വി വരും, ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് വി എന്ന് എഴുതിയാൽ എൽ സി എടുക്കണം. 1 പ്ലസ് 2v മൈനസ് വി ഇൻറ്റു 1 മൈനസ് വി ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് വി ബ്രാക്കറ്റ് മാറ്റിയാൽ 1 പ്ലസ് 2v മൈനസ് വി ഇൻറ്റു 1 മൈനസ് വി ഇൻറ്റു മൈനസ് വി പ്ലസ് വി സ്ക്വയർ എന്ന് വരികയും 2vയിൽ നിന്നൊരു വി പോയാൽ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് വി എന്ന് നമുക്ക് ഈ സ്റ്റെപ്പിന് എഴുതാം. അതായത് കൂടിയ ഡിഗ്രി ഉള്ള ടൈം ആദ്യം എഴുതി 2v നിന്ന് വി പോയാൽ വി കിട്ടും 1 വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് വി. ദെൻ റെസിപ്രോക്കൽ എഴുതുക. 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 മൈനസ് വി ന്യൂമറേറ്ററിൽ പോവുകയും 1 മൈനസ് വി ഇൻറ്റു ഡി വി ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് വി സ്ക്വയർ അല്ലെങ്കിൽ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 കിട്ടുന്നു. ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 മൈനസ് വി ഡിവൈഡ് ബൈ 1 പ്ലസ് വി സ്ക്വയർ ഡി വി. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും സൗകര്യം. അതിനുവേണ്ടി നമ്മൾ 1 ബൈ എക്സ് ഡി എക്സ് മാറ്റി എഴുതുക. ഒരു മൈനസ് കോമൺ എടുത്താൽ മൈനസ് ഓഫ് വി മൈനസ് 1 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് വി സ്ക്വയർ ഡി വി എന്നാകുന്നു. ഈ മൈനസ് എൽ എച്ച് എസ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൽ എച്ച് എസിലും ആർ എച്ച് എസിനെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു വി മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് വി സ്ക്വയർ ഡി വി എന്നാകുന്നു. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഒരു 1/2 കോമൺ ഇട്ടുകൊണ്ട് 2v പ്ലസ് 1 എന്ന് എഴുതുക. എന്നാന്ന് ചോദിച്ചാൽ വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2vയും വിയുടെ ഡെറിവേറ്റീവ് 1 ന്യൂമറേറ്റർ കിട്ടുവാണെങ്കിൽ ലോഗ് ഓഫ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ പല ഇന്റഗ്രേഷനുകളും ചെയ്തിട്ടുള്ളതാണ്. കോൺസ്റ്റന്റ് ടേമുകളെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. വേരിയബിൾ പാർട്ട് തെറ്റായിരുന്നു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ വി എന്നുള്ളതിനെ 1/2 ഇൻറ്റു 2v പ്ലസ് 1 എന്ന് എഴുതുക. ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 1/2 ഇൻറ്റു 2v വി ആകുകയും 1/2 ഇൻറ്റു 1 പ്ലസ് 1/2 ആകുകയും കിട്ടും. നമുക്ക് ഓൾറെഡി വരേണ്ടത് -1 ആണ്. ആ പ്ലസ് 1/2 മൈനസ് 3/2 കൂടെ ആഡ് ചെയ്താൽ -1 ആയിക്കോളും. -3/2 എന്ന് പറഞ്ഞാൽ -1.5 1.5യും പ്ലസ് അരയും കൂടെ പോയി കഴിയുമ്പോൾ -1 എന്നുള്ള ടേം വരും. അതായത് ന്യൂമറേറ്ററിനെ നമ്മളൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പൊ മൈനസ് ലോഗ് എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 സ്പ്ലിറ്റ് ചെയ്താൽ 2v പ്ലസ് 1 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി മൈനസ് 3/2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 ഡി വി എന്ന് എഴുതിയാൽ മൈനസ് ലോഗ് എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് 2v പ്ലസ് 1 വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2v വി ഡെറിവേറ്റീവ് 1 കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ 2v പ്ലസ് 1 എന്നുള്ള രീതി റീഅറേഞ്ച് ചെയ്തത്. അപ്പോൾ 1/2 ഇൻറ്റു ലോഗ് വിതിൻ ദ ബ്രാക്കറ്റ് വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 മൈനസ് 3/2 ഇൻറ്റു ഇതിനെ നമുക്ക് പെർഫെക്റ്റ് ഇക്വേഷൻ ആക്കണം 1 ഡിവൈഡഡ് ബൈ വിയുടെ കോയഫിഷ്യന്റിന്റെ പകുതി വി പ്ലസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് ഈ 1/2ന്റെ ഹോൾ സ്ക്വയർ ആയ 1/4 സബ്ട്രാക്ട് ചെയ്യണം. അതിന്റെ കാൽക്കുലേഷൻ ഞാൻ അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. 1 മൈനസ് 1/4 എന്ന് വരുമ്പോൾ 4 മൈനസ് 1 ഡിവൈഡ് ബൈ 4 ആവും. അതായത് 3/4. അതിനെയാണ് √3/2 ഹോൾ സ്ക്വയർ എന്ന് ഇവിടെ എഴുതിയേക്കുന്നത്. അതായത് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിൽ വന്നാൽ നമുക്ക് ഇക്വേഷൻ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ 1 ഡിവൈഡ് ബൈ ആക്കിയത്. അപ്പൊ ആദ്യത്തെ 2 ടേമുകളുടെ ഇന്റഗ്രേഷൻ കഴിഞ്ഞതാണ്. എൽ എച്ച് എസ് മൈനസ് ലോഗ് എക്സ്, ആർ എച്ച് എസിലെ ഫസ്റ്റ് ടേം ഹാഫ് ഇൻറ്റു ലോഗ് വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 മൈനസ് 3/2 ഇൻറ്റു 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. 1/a എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ √3/2 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് പറയുമ്പോൾ വി പ്ലസ് 1/2 ഡിവൈഡ് ബൈ √3/2 പ്ലസ് ഇ എന്ന് എഴുതാം. ഇതിനെ ഒന്ന് നമ്മൾ സോൾവ് ചെയ്താൽ മൈനസ് ലോഗ് എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് വി സ്ക്വയർ പ്ലസ് വി പ്ലസ് 1 മൈനസ് ഈ 2 കൂടെ കട്ടി ഇത് കൂട്ട് 3 എന്നുള്ളത് √3യുടെ ഹോൾ സ്ക്വയർ എന്ന് എടുത്താൽ √3യുടെ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ √3 ടാൻ ഇൻവേഴ്സ് ഇവിടെ എൽ സി എടുത്താൽ 2v പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ √3 പ്ലസ് 2 2 കട്ടായി പോവും. 2v പ്ലസ് 1 ഡിവൈഡ് ബൈ √3 പ്ലസ് സി എന്ന് കിട്ടും.
ദാറ്റ് ഈസ് മൈനസ് ലോഗ് എക്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് വിയുടെ സ്ഥാനത്ത് y ബൈ എക്സിന്റെ ഹോൾ സ്ക്വയർ, അതാണ് y സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ, വിയുടെ സ്ഥാനത്ത് y ബൈ എക്സ് പ്ലസ് 1 മൈനസ് √3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ്, ഇവിടെ വിയുടെ സ്ഥാനത്ത് y ബൈ എക്സ് 2y ബൈ എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ √3 പ്ലസ് സി എന്ന് എഴുതി ഇന്റഗ്രേഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് ചില ലെങ്തി ക്വസ്റ്റൻ ആണ്, മനസ്സിലാക്കി പഠിക്കണം. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റനുകളാണ്.